എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന്, സംഭവിക്കുന്ന മറ്റൊന്ന്. ഇപ്പോൾ എൻ്റെ അപ്പനും അമ്മയും ഒരു ടൈം ട്രാവൽ മെഷീൻ അന്വേഷിച്ച് നടക്കുകയാണ്. വേറെ ഒന്നുമില്ല, എന്താ പറയുക, 30 കൊല്ലം പുറകോട്ട് പോകാൻ, എന്നിട്ട് അവരുടെ കല്യാണമേ വേണ്ടെന്ന് നോക്കാൻ. അപ്പൊ ഇപ്പൊ എന്നെ പോലെ ഒരുത്തന അവരും സഹിക്കണ്ട, നാട്ടുകാരൻ സഹിക്കണ്ട. യെസ്, ഐ ആം എൽ ബി മാനുവൽ ഫ്രം കൊച്ചി. എൻ്റെ നാട്ടിലെ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പാ ഞാൻ എൻ്റെ വീട്ടുകാരിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ചോദ്യമുണ്ട്. മോനെ, അത് സിനിമയിലൊക്കെ ചോദിക്കും പോലെ, മോനെ നിനക്ക് MBA ചെയ്യാൻ US പോണോ UK പോണോ? പക്ഷെ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചാൽ എടാ നിനക്ക് ബാബു മേസറുടെ വാർക്കപ്പണിക്ക് പോണാ അതാ ബിജു മേസറുടെ മരപ്പണിക്ക് പോണാന്ന്. എനിക്ക് ദേഷ്യം തോന്നി. അമ്മച്ചി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ബുദ്ധിമുട്ടി പഠിച്ചത് കണ്ട വാർക്കപ്പണിക്ക് മരപ്പണിക്ക് പോകാനല്ല. ഞാൻ ആഗ്രഹിച്ചൊരു കളർഫുൾ ലൈഫാണ്, അതുകൊണ്ട് ഞാൻ പെയിന്റ് പണിക്ക് പോയിക്കോളാം. അപ്പോൾ ഞാൻ ജീവിതത്തിൽ എവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് മിമിക്രി പഠിച്ച് കുറേ മിമിക്രിക്കാരെയും കുറച്ച് ഡാൻസുകാരെയും പാട്ടുകാരെയും സംഘടിപ്പിച്ച് ഞാൻ മിമിക്രി ട്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ പരിപാടി പിടിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഏജന്റ് ചെന്ന് കണ്ട്. അപ്പോൾ ഏജന്റ് പറഞ്ഞ് പുള്ളി പറഞ്ഞ റേറ്റിന് കളിക്കാമെങ്കിൽ പ്രോഗ്രാം തരാം. പുള്ളി പറഞ്ഞ റേറ്റ് ഇതാണ്: മിമിക്രിക്കാണെങ്കിൽ ഒരു നടൻ്റെ സൗണ്ടിന് 120 രൂപ, പാട്ടിനാണെങ്കിൽ മീറ്ററിന് 250 രൂപ, ഡാൻസിനാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് 40 രൂപ. ഞാനോർത്ത് ഈ ബോൾജോ എന്താണ് ഈ പറഞ്ഞത്, ഇങ്ങനെയാണ് പരിപാടി വേണം. അപ്പൊ ചോദിച്ചു വന്നപ്പോ എന്താ സംഭവം, ഇയാള് മറ്റേ വീട് പണി കളർ പിടിക്കുന്ന ആളാണ്, അതനുസരിച്ച് ഇയാൾ പരിപാടി പിടിക്കണത്. അയാളെ പരിപാടി ഇങ്ങനെ പിടിച്ചെങ്കിൽ പരിപാടി കലൂസ്റ്റി ആയിട്ട് ചേർന്നിട്ടുണ്ട്. കാരണം ഈ സ്ക്വയർ ഫീറ്റിന് നല്ല കാശ് മുതലാവുള്ളൂ. പിന്നെ ഞാൻ ഈ തട്ടത്തിന് മറത്ത് സിനിമ കണ്ടപ്പില്ലേ, ആ സമയം ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും പെങ്കൊച്ചു എന്നെ നോക്കണമ്പോ എന്റെ മനസ്സിൽ ഞാൻ നിവിമ്പോളെയും അത് ഐശ്യമായിരിക്കും. പക്ഷേ ഈ പെങ്കൊച്ചിന്റെ കാഴ്ചയിൽ എന്നെ കാണത് ഇറച്ചിക്കറ മുമ്പിക്കുന്ന പട്ടിയായിട്ടായിരിക്കും. മുമ്പൊക്കെ നമുക്ക് കോൾ ചെയ്യാനത്ത് നമുക്ക് ഒരു വോയിസ് മെസ്സേജ് വരും. പോലീസിൽ നിന്നോ CBI നിന്നോ കസ്റ്റംസിൽ നിന്നോ സൈബർസിൽ നിന്നോ വേജന കോളുകൾ വന്നേക്കാം, നിങ്ങൾ പരിഭ്രാന്തരാകരുത്, അത് സൈബർ കുറ്റവാളി ഒരുക്കിയ കെണികളായിരിക്കാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് അങ്ങനെ ഒരു കോള് വന്നോന്ന് പ്രതീക്ഷിച്ചു. എന്നറിയാം, എനിക്ക് പറ്റിച്ച് ജീവിക്കുന്നവന്മാരെ പറ്റിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കതുപോലെ പ്രതീക്ഷ പോലെ കോൾ വന്നു. ഞാൻ ഫോൺ എടുത്ത് അപ്പൊ പറഞ്ഞത് കണ്ണമാലി പോലീസ് സ്റ്റേഷൻ എന്നാണ്. ഞാനിവിടെ കുട്ടാ പറയടാ. അപ്പൊ അവിടെ നിന്ന് 3000 പെറ്റി അടക്കാണ്ട് ഉടനെ ഓൺലൈൻ വഴി Google Pay വഴി അടക്കണമെന്ന്. ഞാൻ പറഞ്ഞ് നിന്റെ അപ്പൂപ്പന്റെ Google Pay ആക്കണം, അമ്മൂമ്മയുടെ Google Pay ആക്കണം. അപ്പൊ അവൻ എൻ്റെ അടുത്ത് ചൂടാൻ. ഞാൻ ലിജോ ജോസ് പള്ളിശ്ശേരി മനസ്സിൽ ധ്യാനിച്ചോണ്ട് നല്ല പച്ച തെറിയാണ്ട് കൊണ്ട് കൊടുത്ത്. ആഹാ നമ്മുടെ കളി വ്യാപിച്ച ശരിക്കും പോലീസായിരുന്നു. ഇപ്പൊ ഞാൻ എന്നെ ഒരു സൈബർ കുറ്റവാളിയാക്കിയേക്കണേ. എന്റെ ചേട്ടൻ കണ്ട അവന്റെ മൂത്ത മോന് അവന്റെ കല്യാണ വീഡിയോ കാണിച്ചു കൊടുത്ത്. അപ്പൊ വേറെ ഒന്നല്ല കാണിച്ചു കൊടുത്ത്. അത് കണ്ടിട്ട് മാവൻ പറയല്ല, അമ്മ അപ്പം പണ്ട് ഭയങ്കര ഗ്ലാമറായിരുന്നല്ല എന്ന് പറയുന്നു. ഇട്ട് കൊടുത്തപ്പോ ചെക്കന്മാരുടെ സിനിമ റിവ്യൂവിന്റെ ആളാണ്. ഇത് കണ്ടിട്ട് അവൻ പറഞ്ഞാണ്, ഫസ്റ്റ് ഹാഫ് ഇത്തിരി ബോറാണെങ്കിലും സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ മിസ്കാസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പനാണ്. അപ്പന്റെ റോള് വേറെ ആരും കൊണ്ട് ചെയ്യിച്ചെന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഭംഗിയായ. അപ്പൊ ചേട്ടൻ പറഞ്ഞ്, ശരിയാടാ, എന്റെ റോള് വേറെ ആരെന്ന് ചെയ്തെങ്കിൽ ഇപ്പൊ നിന്റെ റോള് വേറെ ആരെന്ന് പിള്ളേര് ചെയ്യേണ്ടി വന്നേനെ. ഈ നമ്മുടെ കസിൻസിന്റെയും ബന്ധുക്കളുടെ കല്യാണം വരുമ്പോ നമ്മൾ മനസ്സിൽ കുറെ പ്രതീക്ഷിക്കും. അതായത് തലേദിവസം പിറ്റേ ദിവസമൊക്കെ നല്ല വെള്ളോടി ഡാൻസ് ഒക്കെ ആയിരിക്കും. സംഭവിക്കാൻ പോണത് തലേദിവസം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് തേങ്ങ പൊതിക്കുക, ഉള്ളി കഴുകുക, മേശ ഉടച്ചു വെക്കുക, എന്നാൽ നമ്മൾ കഴിയും. ഇനി പിറ്റേ ദിവസം പരിപാടി കഴിഞ്ഞ് തകർക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് ആരും ഉണ്ടാവൂല. അവസാനം നമ്മളും ഉണ്ടാവും, നാട്ടിലൊരു കുടിയനും ഉണ്ടാവും. ഈ വെള്ളമടിച്ച് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മ മൈക്കിൾ ജാക്സൺ ആയിരിക്കും. പക്ഷേ പരിപാടി കാണുന്നവർക്ക് നമ്മ അലിൻ ജോസ് പെരേരായിരിക്കും. എൻ്റെ നാട്ടിലെ ചേച്ചിമാരൊക്കെ പറയും ഞാൻ ഭയങ്കര ജാടയാണെന്ന്. ചേച്ചി ഭയങ്കര ജാടയാണ്. ഞാൻ ജാടയൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ സംസാരിക്കാറ്, പക്ഷെ ആരും സംസാരിക്കാറില്ല. ആ ഒരു തെറ്റിത് പേര് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ചേച്ചിയുടെ ഓട്ടം കിടന്നു പോയപ്പോൾ ഞാൻ ചേച്ചിനോട് വിളിച്ച് അങ്ങോട്ട് സംസാരിച്ച്, ചേച്ചി കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, ചേട്ടന് പണിയുണ്ടോ, അങ്ങനെ സംസാരിച്ചു. ചേച്ചി ഇരിച്ചുകൊണ്ട് പോയി. പക്ഷേ ഈ ചേച്ചി വേറൊരു ചേച്ചിയുടെ അടുത്ത് പറയാണ്, എടീ നമ്മുടെ മെലിബിന് ഇപ്പൊ കഞ്ചാവടി തുടങ്ങിയിട്ടുണ്ടല്ലേ. അല്ല വേറൊന്നുമല്ല, കല്യാണം പോലും കഴിക്കാത്ത എന്നോട് ചോദിക്കുക കുട്ടികൾ എന്ത് ചെയ്യുന്നു, കൊച്ചു പണിക്ക് പോയാന്നൊക്കെ. അപ്പോൾ ആ ഒരു ചീത്തപ്പേര് വേണമെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്ത് ഏറ്റവും പെട്ടെന്ന് നല്ല വരേണ്ട പരിപാടിയാണ് ഭക്തിമാർഗം. ജീവിതത്തിൽ പള്ളിയിൽ പോകത്തെ ഞാൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുമ്പസാരിക്കാൻ പോകാന്ന് വിചാരിച്ചു. കുമ്പസാരിച്ച് എന്താന്ന് വിചാരിക്കുമല്ല. ഞാൻ ചെന്നാൽ ഞായറാഴ്ച ദിവസമാണ് കുമ്പസാരി കൊടുക്കാത്ത ക്യൂ. ഞാൻ ആ ക്യൂവിൽ പോയി ഇങ്ങനെ നിന്ന്. അപ്പോൾ നിർത്തേക്ക് എനിക്ക് മുഖപ്പോൾ നല്ല ആൾക്കാരുണ്ട്. മുഖപ്പോൾ ക്യൂ അച്ഛൻ്റെ അടുത്തേക്ക് എത്താൻ 1 മണിക്കൂർ എടുത്ത്. അച്ഛൻ്റെ അടുത്തേക്ക് കറക്റ്റ് എത്താറായപ്പോൾ എൻ്റെ മൈൻഡ് ഔട്ടായി പോയി ചേട്ടാ. ഞാൻ അച്ഛൻ്റെ അടുത്തേന്ന് പറഞ്ഞ് 2 ജവാൻ ഫുള്ളെന്ന്. എൻ്റെ
കൂട്ടുകാരനൊക്കെ അവൻ എപ്പോഴും അവന്റെ വിചാരം അവൻ മൊബൈലിനെ പറ്റിയൊക്കെ നല്ല അറിയാന്ന് പറഞ്ഞപ്പോഴും. അപ്പൊ എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിക്കണമെന്ന്. ഞാനപ്പോ എന്ന് വെച്ചാടാ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച്. അപ്പൊ എങ്ങനെന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച്. അപ്പൊ ഇവൻ പറയാണ്, എടാ ഈ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എടുക്കുന്ന ഫോൺ സെക്കൻഡ് ഹാൻഡ് തന്നെയാണെന്ന് ഉറപ്പിക്കണം, അല്ലെങ്കിൽ ഒരു പുതിയൊന്ന് പറ്റിക്കേ. പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയെങ്കിലും ഇപ്പം എനിക്കൊരു പ്രതീക്ഷയുണ്ട് രവി സാറേ, അല്ല മാഡം, ചേട്ടാ. ഞാൻ ഇന്നലെ സത്യം മനസ്സിലാക്കി, എൻ്റെ ഉള്ളിൽ വലിയൊരു കഴിവ് ഒളിച്ചിരിപ്പുണ്ടെന്നേ. അതെന്ത് കഴിവാന്നായിക്കുന്ന വീണ്. പക്ഷെ ഇത് ഒളിച്ചിരിക്കണോണ്ട് ഇത് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കണ്ടുപിടിച്ചിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ഓരോ മത്സരാർത്ഥം അവിടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ വീട്ടുകാർ പറഞ്ഞെന്താ, ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് പരിപാടിയും ഇത് പൊളിക്കും, രമേശൻ നല്ല എല്ലാവരും പറയുന്നൊക്കെ. പക്ഷെ എൻ്റെ അമ്മച്ചി വന്നപ്പോൾ എന്നോട് പറഞ്ഞറിയാമോ, ഒരു പ്രമുഖ താരപുത്രന്റെ മകൻ പറഞ്ഞ ട്രെൻഡിങ് ഡയലോഗാ, എന്തിനാടാ പോയിട്ട് ഞങ്ങളെ പോലെ അവരെയും വെറുപ്പിക്കാനോ, നീ മണ്ടനാണ്, കൊമേഡിയൻ അല്ല. ഞാൻ പറഞ്ഞു, അമ്മച്ചി മണ്ടത്തരങ്ങളിൽ നിന്നാണ് കോമഡി ഉണ്ടാകുന്നത്, മണ്ടത്തരം ഉണ്ടാക്കുന്നത് മണ്ടന്മാരാണ്. അപ്പോൾ മണ്ടന്മാരില്ലെങ്കിൽ കോമഡിയും ഇല്ല. ഞാൻ പ്രതീക്ഷ തന്നെയാണ്, നിങ്ങൾ പ്രതീക്ഷ തരില്ല. പക്ഷേ എനിക്കിനും പ്രതീക്ഷയുണ്ട്, ഇനിയും പ്രതീക്ഷ ഉണ്ടാവുന്നു. പ്രതീക്ഷയോടെ മെൽബിൻ നിർത്തി. നമസ്കാരം.